നിങ്ങളുടെ സ്വന്തം ആതിര മിസ്സും ശ്രീമത് സാറും വന്നിരിക്കുന്നത്. എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷേ ഇവർക്ക് കുറെ സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്താന്ന് വെച്ചാല് ഈ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ, ഇവരിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്? എ പ്ലസ് ആണ്. എല്ലാവരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാല് പാരന്റ്സ്, അതുപോലെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും. അപ്പൊ ഇതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇവരുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് അയ്യോ 9ാം ക്ലാസ്സിലെ കാര്യങ്ങൾ തന്നെ ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ ആണ് ഞാൻ പഠിച്ചു പോയത്. ഈ 10ാം ക്ലാസ്സിൽ ഇവർ എന്റെ അടുത്ത് ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ടീച്ചർ ചോദിച്ച ചോദ്യം ഇതാണ്, 8, 9 ക്ലാസ്സുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല, ഇപ്പൊ 10ാം ക്ലാസ്സിലേക്ക് എത്തുകയാണ്, ഈ കുട്ടികൾക്ക് ഫുൾ എ പ്ലസും ഫുൾ മാർക്കും കിട്ടുമോ എന്നല്ല ചോദ്യം. ടീച്ചർ, നമുക്ക് 10ാം ക്ലാസ്സിൽ ആകെ എത്ര സബ്ജക്ട് പഠിക്കാം? 10 സബ്ജക്ട് ഉണ്ട്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? അതിലിപ്പോ ലാംഗ്വേജസ് വരുന്നുണ്ട്, സയൻസ് സബ്ജക്ട്, മാത്സ്, സോഷ്യൽ. ഇതിൽ ഞാൻ ആദ്യം ടീച്ചറോട് ചോദിക്കുന്നത് ലാംഗ്വേജിന്റെ കാര്യമാണ്. ലാംഗ്വേജിനെ കുറിച്ച് ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? ലാംഗ്വേജിന്റെ കേസ് പറയുകയാണെങ്കിൽ എഴുതാനും വായിക്കാനും അറിയുന്ന ഏതൊരു കുട്ടിക്കും ലാംഗ്വേജിൽ പാസ് ആവാം. പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത്? എ പ്ലസ് വേണം. അതിന് നിങ്ങൾ ഗ്രാമർ എന്നുള്ളൊരു പോർഷനും കൂടെ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടും കൃത്യമായിട്ടും പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഈ ലാംഗ്വേജിൽ ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ. കറക്റ്റ് ആണ്. അതായത് നമ്മളെ 3 വിഷയങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. മലയാളത്തിലാണ് മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ സയൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ സബ്ജക്റ്റുകളൊക്കെ പറയുകയാണെങ്കിൽ 8ലും 9ലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ബാക്കിയാണ് 10ാം ക്ലാസ്സിൽ വരുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. എന്നാലേ ഉള്ളൂ ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് എ പ്ലസിലേക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. മാത്സ് ആണെങ്കിലോ എന്തൊക്കെ പഠിക്കണം? ഈ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാത്ത ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും എന്താണ് കിട്ടാൻ പോകുന്നില്ല. അതെ. അപ്പോ നമ്മളൊരു കുട്ടി ഇപ്പൊ 9ാം ക്ലാസ്സിൽ ഒരു കുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്താണ്, സ്വാഭാവികമായിട്ട് ആദ്യ ക്ലാസ്സിൽ തന്നെ ആ കുട്ടി വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഫുൾ മാർക്കും ഫുൾ എ പ്ലസും വാങ്ങണം എന്നുള്ള ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് നട്ടെല്ലാം നൂർത്തിരുന്നിട്ടായിരിക്കും ആദ്യ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ വരിക. ടീച്ചർ പറയാണ്, ഇത് നമ്മൾ 9ാം ക്ലാസ് പഠിച്ച ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ കുട്ടീനെ കംപ്ലീറ്റ് വിശ്വാസവും ആ കുട്ടിയുടെ കംപ്ലീറ്റ് എല്ലാ കോൺഫിഡൻസും തകരുകയാണ്. കാരണം എന്താണ്, അത് പഠിച്ചു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് ചില ടീച്ചേഴ്സ് എല്ലാവരും പറയാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാതെ അതങ്ങ് പഠിച്ചു കഴിഞ്ഞതല്ലേ എന്നുള്ള ഒരു മൈൻഡിൽ അവരങ്ങ് വിടും. അപ്പൊ കുട്ടി കുടുങ്ങി. അപ്പൊ നമുക്കിപ്പോ ഇതിനൊരു പ്രതിവിധി വേണല്ലോ, എന്താ ചെയ്യാം? ഇതിനെന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ കൊടുക്കുന്നില്ലേ, അതെ, നമ്മുടെ ലൈവ് ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതെ. ഇനി അതേപോലെ ടീച്ചറെ, നിങ്ങളിപ്പോ ഇവരിപ്പോ 10ാം ക്ലാസ്സിലേക്ക് എത്തി, ഇവരെ എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡർ ആയിട്ടും ലൈവ് വീഡിയോസ് ആയിട്ടും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററും എത്തുന്ന സമയത്ത് ആ ചാപ്റ്ററിലെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ അതിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അതെ, ഈ ബേസിക്സ് എന്ന് പറയുന്ന സമയത്ത് ചില കുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പം എന്താണ് ഏറ്റവും വലിയ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കാം ബേസിക്സ് എന്ന കോൺസെപ്റ്റ് നമ്മൾ പോകുന്നത്. അങ്ങനെയല്ല, ഏറ്റവും ബേസിക് ഇപ്പൊ ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളമോ ഇംഗ്ലീഷോ ആയിക്കോട്ടെ. ഇപ്പൊ ഹിന്ദിയുടെ കേസിൽ ഞാൻ പറയാം, അക്ഷരമാല മുതലാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് ഏകൻ നിങ്ങളെ കൂടെയുള്ള സമയത്ത് നിങ്ങൾ ഒന്നുകൊണ്ട് എന്ത് ചെയ്യണ്ട. ഇനി അത് കൂടാതെ നമ്മളെ ആപ്പ് ഏകന്റെ ആപ്പ് ഈ തവണ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ ആപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്? ആപ്പിൽ PYQ ഡിസ്കഷൻ ഉണ്ട്, ഒരു മെന്റർ തന്നെ ഉണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്, അതായത് അവരെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു സപ്പോർട്ടർ ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, സീരീസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നമ്മളെ ആപ്പ് ഇപ്പൊ എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഏകൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ എല്ലാ സബ്ജക്റ്റിലും വാങ്ങിച്ചു തന്നിരിക്കും, അല്ലേ മാഷേ? തീർച്ചയായിട്ടും. അപ്പൊ എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം കാണാം. ബൈ.